പശ്ചിമേഷ്യയിൽ 2026 ഏപ്രിൽ അവസാന വാരം എത്തുമ്പോൾ ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മൂന്നാം അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്ന ഈ സംഘർഷത്തിൽ തങ്ങളുടെ സൈനികവും ജനകീയവുമായ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് ടെഹ്റാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3 കോടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കൂറ്റൻ സമാഹരണ ക്യാമ്പയിനാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്കായി നിലകൊള്ളാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഇത്രയധികം ആളുകൾ മുന്നോട്ട് വന്നത് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾക്കുള്ള വ്യക്തമായ മറുപടിയാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റസദലായി നിക്ക് നൽകുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചകളിൽ കടുത്ത പോരാട്ടം നടന്നിട്ടുണ്ടെങ്കിലും ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ഇപ്പോഴും തൊട്ടിട്ട് പോലുമില്ലാതെ സുരക്ഷിതമാണ്. ഇസ്രായേൽ കേന്ദ്രങ്ങളെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ ഇറാന്റെ പക്കൽ ഇനിയുമുണ്ട്. ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ മിസൈൽ ശേഷി തകർക്കുക എന്നതായിരുന്നുവെന്നും എന്നാൽ ആ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ വ്യോമ പ്രതിരോധം ശത്രുവിന്റെ കടന്നുകയറ്റങ്ങളെ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമാണെന്ന് തെളിയിക്കുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ സൈനിക പ്രതിരോധത്തിന് പിന്നിലെ ഏറ്റവും വലിയ കരുത്ത് ഇറാന്റെ ആഭ്യന്തര വ്യവസായ ശൃംഖലയാണ്. ഏകദേശം 9,000 തദ്ദേശീയ കമ്പനികളാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഡ്രോണുകൾ മുതൽ ഭാരമേറിയ യുദ്ധോപകരണങ്ങൾ വരെ നിർമ്മിക്കുന്ന ഈ കമ്പനികൾ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സഹായം ഇല്ലാതെ തന്നെ ദീർഘകാല യുദ്ധം നയിക്കാൻ ഇറാനെ പ്രാപ്തരാക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി പ്രതിരോധ മേഖലയിൽ ഇറാൻ നടത്തിയ വൻതോതിലുള്ള നിക്ഷേപത്തിന്റെ ഫലമാണിതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ പോലും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉൽപാദന ശൃംഖല വഴി ആയുധ വിതരണം തടസ്സമില്ലാതെ തുടരാൻ ഇറാന് സാധിക്കും. സമാന്തരമായി ഇറാന്റെ ഈ ജനകീയ സമാഹരണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചില ആശങ്കകളും ഉയരുന്നുണ്ട്. ബസീജ് വോളണ്ടിയർ സേനയുടെ ഭാഗമായി കുട്ടികളെ പോലും യുദ്ധസന്നദ്ധരാക്കുന്നു എന്ന ആരോപണവുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തിയിട്ടുണ്ട്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ രാജ്യം നേരിടുന്ന അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകുന്നു എന്നാണ് ഇറാന്റെ നിലപാട്. ഈ സമാഹരണത്തെ ഒരു സാമൂഹിക അത്ഭുതമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക രംഗത്തും ഈ യുദ്ധം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ബാബൽ മദ്ദബ് ഹോർമൂസ് കടലിടുക്കുകൾ വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമായി. UNDP നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഈ യുദ്ധം മൂലം ലോകത്ത് 3 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടേക്കാം. എണ്ണ വിതരണത്തിന് പുറമെ വളമുൽപാദനത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് വരും മാസങ്ങളിൽ ആഗോള ഭക്ഷ്യസുരക്ഷയെ പോലും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇറാന്റെ ഈ ലോങ് വാർ തന്ത്രം കേവലം സൈനികം മാത്രമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ്. സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ജാരഡ് കുഷ്ണറുടെയും നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ നീക്കാതെയും ഫെബ്രുവരി 28 ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതെയും ചർച്ചകൾക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് ടെഹ്റാൻ. തങ്ങൾ യുദ്ധം തുടങ്ങിയവരല്ലെന്നും എന്നാൽ അത് അവസാനിപ്പിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും ഇറാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ 3 കോടി ജനങ്ങളുടെ സമാഹരണവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ ശേഖരവും സൂചിപ്പിക്കുന്നത് അവർ ഒരു വലിയ ഏറ്റുമുട്ടലിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. തദ്ദേശീയമായ ഉൽപാദനശേഷിയും ജനകീയ പിന്തുണയും ആയുധമാക്കി അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇറാൻ. ഈ സംഘർഷം നീണ്ടുപോകുന്തോറും പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇറാന്റെ തന്ത്രപരമായ ഈ ആഴം വൻ ശക്തികൾ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ.